ഇതാണ് എൻ്റെ ഒരു സുന്ദരി മോൻ ബ്രൗണിക്കുട്ടൻ. എൻ്റെ കൊച്ച് എൻ്റെ അടുത്തല്ല, എൻ്റെ മോൻ്റെയും മോളെയും കൂടെയാണ് അവർക്ക് കൂടെയാണ് എൻ്റെ കൊച്ചുള്ളത്. അപ്പം ഞാൻ അവരെ മക്കളടുത്ത് വന്നപ്പോഴാണ് എൻ്റെ ബ്രൗണിക്കുട്ടനുമായിട്ട് ഞാൻ പരിചയപ്പെട്ടത്. അല്ല അവനെ എൻ്റെ കൊച്ചിന് ആദ്യം വന്ന 2 ദിവസമൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നാലും അവ ഒരു ഭയങ്കര ഒരു ഭീകര ജീവിയാണ്, എന്നെ ആരെയും എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു ഭാവം കാണിച്ചു നോക്കി. പക്ഷേ ഇതിനെക്കാട്ടിയും വലിയ വീരന്മാരെ മെരുക്കിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. അതിൽ എൻ്റെ കൊച്ചങ്ങ് തോറ്റുപോയി. അങ്ങനെ പിന്നെ എൻ്റെ കൊച്ചെന്നെ അല്ല അവനെ കൂട്ടത്തിൽ കൂട്ടി അമ്മ തന്നെ എനിക്ക് അവരൊക്കെ പിള്ളേരൊക്കെ ജോലിക്ക് പോകുമ്പം എൻ്റെ കൊച്ചൊറ്റയ്ക്കല്ലേ ഉള്ളു. ഇനിയിപ്പോൾ 2 ആഴ്ച അവൻ ഒറ്റയ്ക്കായിട്ടില്ല, അവൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ പോവുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കൊച്ച് വീണ്ടും അവരൊക്കെ ജോലിക്ക് പിള്ളേർ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവും അല്ലേ കളെ. എൻ്റെ പൊന്നും അങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, വെറുതെ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങും അല്ലേ അവർ വരണത് വരെ. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ആകെ മക്കളെ കൂട്ടുകാരെ കാണിച്ചോട്. അയ്യോ, കൂട്ടുകാരെ കാണിച്ചു കൊടുക്ക്. കൂട്ടുകാരെ കാണിക്കാൻ സമ്മതിക്കുന്നില്ല. നോക്ക് എന്നെ പിടിച്ചു നിർത്തുന്നുണ്ടാ. അവരൊന്നും വേണ്ടെന്ന്. അവർ പാവമല്ലേ എൻ്റെ മക്കൾ കണ്ട് ഇവിടെ പോയിരുന്ന അവരോട് ചണ്ട പിടിക്കുമല്ലോ. അമ്മക്കത്തി കാണിച്ചു കൊടുക്കാം. പാവത്തുങ്ങളല്ലേ അവർ. ഇതാണ്ട് എത്ര പേര് കിടക്കണം നോക്കിയാണ് വരിയായിട്ട് റോഡിൽ. ഇതൊക്കെയാണ് എൻ്റെ ബ്രൗണീൻ്റെ സുഹൃത്തുക്കളുമാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് വഴക്കം പറയും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് അവരെ നോക്കി ആസ്വദിക്കുകയും ചെയ്യും. അപ്പോൾ കൊച്ച് എന്തിനാണ് മോൻ വിചാരിക്കുന്നത്? അവരെ കണക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ചിന്തയുണ്ടോ? വേണോ മോനെ? അങ്ങനെയുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നീ ഇവിടെ വന്ന് നോക്കണം എന്തിനാണ്? അവരാരാണ്? നിൻ്റെ ഫ്രണ്ട്സുകളാണ് അവരൊക്കെ. നോക്ക് എൻ്റെ കൊച്ചിൻ്റെ ഫ്രണ്ട്സുകൾ കുറേ പേരുണ്ട്. പക്ഷെ ഇവിടെ അവർക്കെല്ലാം ഫുഡ് കിട്ടും കേട്ടോ. കണ്ടോ ഒരു കാറ് കിടക്കുന്നതിനുള്ള ഒരു മരച്ചുവട് കണ്ടോ, അവിടെ ഒരു പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഫുഡുകൾ ഓരോ ഫ്ലാറ്റിലെ ആൾക്കാർ കൊടുക്കും. അതുകൊണ്ട് ഇവിടെ ഫുഡിനൊന്നും ഒരു ക്ഷാമമില്ല. അവർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ ആരും ഉപദ്രവിക്കില്ല, വഴക്കുറയൊക്കെ ഇല്ല, ഒന്നുമില്ല. അവർ തമ്മി അടിയില്ല അല്ലേ. എന്തരാണ് അമ്മ പോട്ടെ എന്ന്? അമ്മയ്ക്ക് പോകുമ്പോൾ മക്കൾ എന്തൊരു തരും? ആശുക്കുട്ടൻ എന്തൊരു തരും? നിനക്ക് എൻ്റെ ആശുവിനെ അറിയാമോ? ആശു ചേട്ടൻ എന്തൊരു തന്നു വിടും മക്കൾ? ആശു ചേട്ടൻ അങ്ങ് ചെല്ലുമ്പോൾ പറയും വേറെ ഏതോ പിള്ളേരെ മണം അമ്മയ്ക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ ആശുക്കുട്ടൻ വഴക്ക് പറയുന്നതെന്തോ. ആശുക്കുട്ടൻ അറിഞ്ഞുകൂടല്ലോ ഇവിടെ ഇങ്ങനൊരു സ്നേഹക്കുട്ട ഉണ്ടെന്ന്. ഒരു സ്നേഹക്കുട്ടൻ അമ്മ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സ്നേഹക്കുട്ട ഉണ്ടെന്ന് ആശുക്കുട്ടൻ അറിഞ്ഞുകൂടല്ലോ. അമ്മ പോവേണ്. ഇന്ന് പോട്ടെ, അമ്മ പോട്ടെ. അമ്മ പോട്ടെ. മക്കളൊരു ഉമ്മ വരും അമ്മയ്ക്ക്. കയ്യിലൊരു ഉമ്മയ്ക്ക്. എൻ്റെ കയ്യിൽ ഉമ്മയൊന്നും അല്ല, അവൻ പിടിച്ചു വെക്കുകയാണ്. ഞാൻ പിടിച്ചു വെക്കണ്ട. എന്നെ പോകാൻ സമ്മതിക്കണില്ല. എന്ത് ചെയ്യുമെന്ന് പറയാൻ. എനിക്ക് ഇനിയിപ്പോൾ അങ്ങ് പോയാൽ ഇതും കൂടെ ആലോചിച്ച് ടെൻഷനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എൻ്റെ മക്കളവിടെ കളഞ്ഞിട്ട് വരുന്നെന്നുള്ള ടെൻഷൻ. ഇപ്പോൾ ഇവിടെ വന്ന് യവൻ്റെ കൂടെ ഇത് അടുത്തപ്പം ഇനിയിപ്പോൾ യവനെ ഇട്ടിട്ട് പോകണതിലായി ടെൻഷൻ. അവിടെ പോയിട്ട് ഇനി ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കണം. എന്ത് ചെയ്യുമെന്ന് പറയാൻ. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തോന്നി ഇവരെയൊന്നും ഇഷ്ടപ്പെടാത്തതാണ് നല്ലതെന്ന് തോന്നും. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ അവരെ കൊണ്ട് പറ്റുമോ അതിൻ്റെ അപ്പുറം സ്നേഹം അവർ തിരിച്ചു തരും. നമ്മൾ